ഹലോ ഫ്രണ്ട്സ്, ഹോപ്പ് യു all are doing great. ഇന്ന് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ നല്ല എക്സൈറ്റ്മെൻറ്റോടു കൂടിയൊക്കെയാണ് എണീറ്റ് വരുന്നത്. ഇന്നലെ നമ്മൾ ടൂർ ഓപ്പറേറ്ററെയൊക്കെ കണ്ട് ഐലൻഡ് ടൂറ് ബുക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ രാവിലെ റെഡി ആയിട്ട് നിൽക്കണം. ആ ടൂർ ഓപ്പറേറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു ക്യാബ് നമ്മളെല്ലാവരെയും പിക്ക് ചെയ്യാൻ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ വരും. സമയം ഒരു 8-8:15 വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കതിനുള്ളിൽ റെഡിയായി നിൽക്കണമല്ലോ. ഇന്നും നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ. നാളെയാണ് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യുക. രാവിലെ നമ്മൾ സ്ഥിരം വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എണീറ്റ് കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്തിടണ്ടേ. അത് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. നേരം 7 മണി ആയതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ല വെളിച്ചമൊക്കെ വന്നു. പിന്നെ ഞാൻ പോയി അപ്പുറത്തെ 2 റൂമിലും അവരൊക്കെ എണീറ്റില്ലെങ്കിൽ ഒന്ന് കുത്തിപ്പൊക്കാം എന്ന് വിചാരിച്ച് പോയി ഡോറിലൊക്കെ തട്ടി വന്നു. വിഷ്ണു ഈ സമയം കൊണ്ട് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബ്രഷൊക്കെ ചെയ്ത് വേഗം റെഡിയായി. ഇന്നലെ 7-Eleven നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു ബർഗർ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന്. വിശന്നാലോ അതെന്താ അപ്പം എല്ലാവരും ഒരുങ്ങുമ്പം ഞാനവിടെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നല്ല വെളിച്ചമുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്. ഈ രാവിലെ തന്നെ ഇത്രയും ചൂടോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറേ സൺസ്ക്രീൻ വാരി പൊത്തണം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു എല്ലാവരും. പക്ഷേ വൈകിട്ടായപ്പോൾ അടിപൊളി ടാൻ അടിച്ചു. അത് വേറെ കാര്യം. ഒരു 8:30 ആയപ്പോഴാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള കമ്മ്യൂട്ട് അതാണ് വണ്ടി. സെയിം ടൈപ്പ് വണ്ടിയാണ് വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടല്ലോ നമ്മളൊരു കുന്നിൻ്റെ മുകളിലാണ് താമസിക്കുന്നതെന്ന്. ഈ ഇറങ്ങുമ്പം നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ വീഡിയോയിൽ എന്തായാലും ഒരു ലിമിറ്റേഷനുണ്ട്. ഇത് ശരിക്കും വലിയൊരു കുന്ന് കയറി അതിൻ്റെ മുകളിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നല്ല വലിയൊരു കയറ്റം കയറിയാണ് നമ്മുടെ ഈ വണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ ഈ വണ്ടിക്കകത്ത് നമ്മൾ 6 പേരും പിന്നെ എത്ര പേരാണെന്ന് ചോദിച്ചാൽ 5 പേരും കൂടെ ഉണ്ടായിരുന്നു. 10-15 പേരുണ്ട് ആ വണ്ടിക്കകത്ത്. കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ അസല് കയറ്റമാണിത്. പക്ഷേ വണ്ടി നല്ല സ്പീഡിൽ ഇത് പിക്ക് ചെയ്യുന്നുണ്ട് താനും. പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് മഴ പെയ്യുമോ, നമുക്ക് ഈ ഐലൻഡ് ടൂർ മിസ്സാവോ, അങ്ങനെ പല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഫുക്കറ്റിലേക്ക് വരുമ്പം. കാരണം അതിന് കുറച്ച് ദിവസം മുമ്പ് തൊട്ടിവിടെ മൺസൂൺ തുടങ്ങിയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം മഴയൊന്നും പെയ്തില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഈ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നാട്ടിലതിൻ്റെ ആവശ്യം ഇല്ലായിരിക്കും അല്ലേ? പക്ഷെ ചുരത്തിലൊക്കെ ആവശ്യം വരുമോ? എനിക്കത്ര അറിവില്ല അതിനെക്കുറിച്ച്. ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ സ്ഥലത്തെത്തി. അപ്പം നമ്മളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള, ഓരോ ഗ്രൂപ്പിനും ഓരോ കളറിലുള്ള, അതായത് ഒരു ബോട്ട് ഒരു ഗ്രൂപ്പ് ബാൻഡൊക്കെ തന്നു. അങ്ങനെ പല ഓപ്പറേറ്റേഴ്സിൻ്റെ പല ഗ്രൂപ്പ്. In our morning programs, we are going to PP Don Island, okay, PP Lay Island, okay. Sometimes over here, no beach underwater. When the water is higher, okay, there's no beach over here, okay. And I'm just checking by the tide level already by my phone. Whole day today is high tide. That's why today I think we have to see the monkey from the boat, okay. But after monkey beach finish, okay, we will go to do snorkeling. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഗൈഡ് ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു പ്ലാനൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 9-10 മണി ആയപ്പോൾ ബോട്ടിൽ കയറി. തുടക്കത്തിൽ ബോട്ട് പതുക്കെയൊക്കെ ആയിരുന്നു പോകുന്നത്. ഞങ്ങൾക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല. ഇത് എത്ര നേരം എടുക്കും? ഓൾറെഡി 1 മണിക്കൂർന്ന് പറഞ്ഞു അവരെത്താൻ. അവർ പതുക്കെ പോയിട്ടായിരിക്കുമല്ലേ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. സ്പീഡൊക്കെ കൂടി. പേടിയൊന്നും
ഗൈഡ് പറഞ്ഞ പോലെ നല്ല വേവ്സ് കരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കരയില്ലായിരുന്നു ഇന്ന്. മങ്കീസിനെയൊക്കെ നമ്മൾ കണ്ടില്ല ശരിക്കും മങ്കീസിനെ. ആ ഒരൊറ്റൊരു മങ്കീനെ മറ്റോ കണ്ടുള്ളൂ. എത്ര ക്യാമറയിൽ നമ്മൾ എങ്ങനെ എടുത്താലും ഈ കണ്ണിൽ കാണുന്ന ആ ഭംഗി ഒരിക്കലും ഇവിടെ ഒന്നും കിട്ടില്ല കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പച്ചക്കടലോ പളുങ്ക് പോലത്തെ കടലോ വളരെ നീറ്റാണ്. നമുക്ക് കടലിൻ്റെ താഴോട്ടൊക്കെ കാണാം. ഈ സാധനം എന്നെ ചതിച്ച് കേട്ടോ. സ്നോർക്ലിംഗ്, ആ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ എനിക്ക് കിട്ടി. പക്ഷേ എന്ത് ചെയ്തിട്ടും എനിക്ക് കമിഴ്ന്ന് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ലൈഫ് ജാക്കറ്റ് കാരണം ഞാൻ മലർന്നു പോകുമായിരുന്നു. പിന്നെ എനിക്ക് നീന്തലിൻ്റെ ടെക്നിക്കുകൾ അറിയത്തില്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഹർഷയും ജിനേഷുമാണ് ഈ വരുന്നത്. അവർ അസലായിട്ട് സ്നോർക്ലിംഗ് ചെയ്തു, എല്ലാം കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങളാകെ മൊത്തം നനഞ്ഞ് കുളിച്ച് പിന്നെ ഇവർ തന്നെ നമുക്ക് ലഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് കരയോടടുപ്പിച്ച് നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് അവർ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഇതിലൂടെയുള്ള നടത്തം നല്ല രസമായിരുന്നു. ഒരു പ്രത്യേക വൈബ്. വിഷ്ണു വെറുതെ വീഡിയോ എടുക്കുന്നത് തമാശയാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് നടക്കുമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും മരങ്ങളും ഒക്കെ ആയിട്ട് ഈ നടപ്പ് നല്ല സുഖമായിരുന്നു. ഒരുപാട് ബോട്ടുകളിലെ യാത്രക്കാർ ഈ ഐലൻഡിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്ലാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ഐലൻഡിൽ ആണ് വന്ന് ബോട്ടുകളൊക്കെ നിർത്തിയിടുക. എന്നിട്ട് നമ്മളോടൊരു 1 മണിക്കൂർ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു ബർഗർ കഴിച്ചു, പിന്നെ ഒരു ബ്രെഡ് സാൻഡ്വിച്ച്, ബ്രെഡ് ആൻഡ് ജാം അവർ ടൂർ ഓപ്പറേറ്റേഴ്സ് തന്നിരുന്നത്. അതെല്ലാം കഴിച്ച് ഈ വെള്ളത്തിലൊക്കെ പരിചയമില്ലാത്ത പരിപാടിയാണ്. നല്ല വിശപ്പ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയായിരുന്നു ഇവിടുത്തെ ഫുഡിന്. ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ആ ഫുഡിന്. ചിക്കൻ കറിയുടെ ഒക്കെ രുചി ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറി. ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധം ടൂർ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഇവിടെയാണ് ലഞ്ചിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ബോട്ട് കൊണ്ടുവന്നിടുകയും ആൾക്കാരെ ലഞ്ചിന് വിടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലാതെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഈ സമയത്തൊക്കെ ബോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഞങ്ങളത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു എനിക്ക് നീന്താൻ അറിയില്ല. ഇതിൻ്റെ ഒരു അപകടത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. ജസ്റ്റ് എൻജോയ്മെൻറ്റ്. Want to try something like this, all right? You need to pay $1,000 for 1 kilogram of this. It's too expensive. You just go to 7. ഗൈഡ് എന്തോ ഒരു ഭക്ഷണ സാധനത്തിനെ പറ്റിയാണ് പറയുന്നത്. ചൈനക്കാരുടെയൊക്കെ ഒരു ഫേവറേറ്റ്. അത് ആ മലയുടെ താഴെ ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ പൈസ കൊടുത്തിട്ടൊക്കെ ഇത് മേടിക്കുന്ന സാധനമാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്തോട്ടൊന്നും ബോട്ടിന് വരാൻ പറ്റില്ല. കാരണം ഷാലോ ആണിത്, വലിയ ആഴമില്ലാത്ത സ്ഥലമാണ്. അപ്പം ചെറിയ ബോട്ടുകൾ ആണ് ഇങ്ങോട്ട് വരിക. അപ്പം നമ്മളും എക്സ്ട്രാ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് ഇങ്ങനത്തെ ചെറിയ ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ നമ്മളെ 6 പേരെയും കൂടെ ഈ ബോട്ടിൽ കയറ്റിയിട്ട് ചെറിയൊരു കരയുണ്ട്, ആ കരയിലേക്ക് കൊണ്ടുപോകും. ഇവിടുന്നൊക്കെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്ന പോലെ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഈ ഒരു ചെറിയൊരു കരയിൽ ഒരു 10-15 മിനിറ്റ് ഞങ്ങളോട് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തോ, ഇവിടെ ആസ്വദിച്ച് നിന്നോളാൻ പറഞ്ഞു. നമ്മൾ നന്നായിട്ട് മുതലാക്കി ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് കുറേ കടൽ നോക്കി കാഴ്ച കണ്ട് നിന്നു. എൻ്റെ വായിൽ ലഞ്ച് കഴിഞ്ഞപ്പം വിഷ്ണു തന്നൊരു ചൂയിങ്കോ മറ്റോ ആണ്. അത് ഈ വീഡിയോ നോക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു ആട് ചവയ്ക്കുന്നതാണ് ഞാൻ ചവയ്ക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മായ ബേ എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. എന്ത് മനോഹരം! ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. വീഡിയോയിൽ കാണുന്നത് ഒരിക്കലും വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. ഇതെല്ലാം ശരിക്കും കണ്ണുകൊണ്ട് കണ്ട് നമ്മുടെ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, അതിനെ കണ്ണുകൊണ്ട് തന്നെ കാണണം. വളരെ വൃത്തിയുള്ള പലക പാകിയ ഒരു പാത്വേ കൂടെ നമുക്ക് ബീച്ചിലേക്ക് പോകാം. അതിൻ്റെ 2 വശങ്ങളിലും ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വഴി. ദൂരെ നിന്ന് തന്നെ നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു ചെറിയ ബേ, മായ ബേ. എന്തൊരു ഭംഗിയാണത്! വീണ്ടും വീണ്ടും എന്തൊരു ഭംഗിയാണത്! നല്ല ക്രൗഡഡാണ് കേട്ടോ ഈ പറയുന്ന ബീച്ചസ് എല്ലാം. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടേതായൊരു ഒറ്റപ്പെട്ട സമയം എപ്പോഴൊക്കെയോ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത്ര ക്രൗഡിൻ്റെ ഇടയിലും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി, എൻ്റെ കൂടെയുള്ളവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്നും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഈ തിരയൊക്കെ വരുന്നതിനകത്ത് കളിച്ച്, പിന്നെ അവസാനമായപ്പോഴത്തേക്ക് ഞങ്ങൾ മടുത്തു എന്നതൊരു വാസ്തവം തന്നെയാണ്. ഈ സമയമായപ്പോൾ ഒരു 4 മണിക്ക് 3 മണിയായിരുന്നു. 3:15 3:20 ആകുമ്പോൾ തിരിച്ച് ഒരു മീറ്റിംഗ് പോയിൻ്റൊക്കെ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലണമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കായ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യേണ്ടവർക്കും കയാക്കിങ് ചെയ്യേണ്ടവർക്കൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ചധികം നേരം അവിടെ നമുക്ക് സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിട്ടില്ല, വീണ്ടും പിടിച്ചു കോക്കനട്ട്. ഇതൊരു കോക്കനട്ട് ഷേക്കാണ്. നല്ല രുചിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഐലൻഡ് ടൂറെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ആദ്യം രാവിലെ മീറ്റ് ചെയ്ത ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് പോകും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പുറപ്പെട്ടു. നമ്മൾ തിരിച്ചു വരുന്നത് ഓൾഡ് ഫുക്കറ്റ് ടൗൺ എന്ന് പറയുന്ന ഈ സ്ഥലത്തൂടെയൊക്കെയാണ്. ഇതും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ, ആർക്കിടെക്ചറിലുള്ള കെട്ടിടങ്ങൾ, അതാണ് അവിടുത്തെ ഒരു അങ്ങനെ സന്ധ്യയായപ്പോൾ ഒരു 6-6:30 എന്തോ ആയപ്പോൾ അവിടുത്തെ കേട്ടോ, തായ്ലൻഡിൽ 6-6:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. സൺസെറ്റ് കാണണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ജിനേഷ് എന്തോ സ്വിമ്മിംഗ് പൂൾ നോക്കാൻ വന്ന് ഫ്ലാറ്റിൻ്റെ ടെറസിൽ സ്വിമ്മിംഗ് പൂൾ നോക്കാൻ വന്നപ്പം നല്ല സൺസെറ്റ് കണ്ടു എന്ന് പറഞ്ഞ് ഞാനും വന്നതാണ്. പക്ഷേ സൺസെറ്റിൻ്റെ കാര്യം അറിയാമല്ലോ, അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് സെറ്റാകും. സൺസെറ്റിൻ്റെ സമയത്ത് ആകാശം എത്ര വേഗമാണ് ഓരോ ചേഞ്ചസ് വരുന്നതെന്ന് അത് സൺസെറ്റ് ആസ്വദിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ ആ കുന്നിറങ്ങി വരുമ്പം ഓപ്പോസിറ്റുള്ള ഷോപ്പ് ഒരു ഇസ്താംബുൾ റെസ്റ്റോറൻ്റാണ്, ഇസ്താംബുൾ സ്റ്റൈലിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് നമ്മളൊരു ഷവർമ, പ്രോൺസിൻ്റെ ഒരു ഐറ്റം, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു, ചീപ്പായിരുന്നു, കമ്പാരിറ്റീവ്ലി അത് ചീപ്പായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നമ്മളീ പറയുന്ന യൂണിറ്റി എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ റെസ്റ്റോറൻറ്റിലും വന്ന്
ഭക്ഷണം ട്രൈ ചെയ്യാം കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസവും ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്തു.